السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു നമ്മുടെ പക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അത്തൗബ അതിലെ 24-ാമത്തെ ആയത്ത് അള്ളാഹു ജല്ല ജലാലുഹു മനുഷ്യരുമായി ബന്ധപ്പെട്ട 9 കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവകളാണോ നിനക്ക് ഏറ്റവും ഇഷ്ടം, അതല്ല അല്ലാഹുവാണോ റസൂലാണോ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. قل നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇൻ കാന ആബാഉക്കും നിങ്ങൾക്കുള്ള പിതാക്കന്മാരാണെങ്കിൽ, മനുഷ്യരുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുപ്പമുള്ളവരാണ് അവരുടെ പിതാക്കന്മാർ. ആ പിതാക്കന്മാരാണെങ്കിൽ അബ്നാഉക്കും നിങ്ങൾക്കുള്ള മക്കളുമാണെങ്കിൽ, മനുഷ്യരുമായി ബന്ധപ്പെട്ടവരാണ് പിന്നെ സ്വന്തം മക്കൾ. ഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരന്മാർ, ജ്യേഷ്ഠാനുജന്മാർ. 3 അസ്വാജുക്കും നിങ്ങൾക്കുള്ള ഇണകൾ, ഭാര്യന്മാർ, ഭർത്താക്കന്മാർ, നിങ്ങൾക്കുള്ള ഇണകൾ. അശീറത്തുക്കും നിങ്ങൾക്കുള്ള മറ്റു കുടുംബക്കാർ, നിങ്ങളുടെ വീടുകളിലും ഒക്കെയുള്ള മറ്റു കുടുംബക്കാർ. അംവാലുഖ്തറഫ്തുമൂഹ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ സമ്പത്തുകൾ. തിജാറത്തുൻ തഖ്ശൗന കസാദഹ പരാജയപ്പെടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങൾ. നിങ്ങൾ വേണ്ട പോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കച്ചവടങ്ങൾ പരാജയപ്പെടും. സമയവും അതേപോലെ തന്നെ അധ്വാനവും ആരോഗ്യവും ഒക്കെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും, അത് നഷ്ടത്തിലായി പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടങ്ങൾ. മസാക്കിന് തർളൗനഹ നിങ്ങൾക്ക് തൃപ്തിയും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന നിങ്ങളുടെ വീടുകൾ. 8 കാര്യങ്ങൾ. ഈ 8 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ, മക്കള്, സഹോദരന്മാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ സമ്പത്തുകൾ, നിങ്ങളുടെ കച്ചവടങ്ങൾ, നിങ്ങളുടെ വീടുകൾ, ഇതൊക്കെയാണോ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂൽ, വജിഹാദിൻ ഫീ സബീലിഹി അല്ലാഹുവിന്റെ മാർഗത്തിൽ കഠിനമായി അധ്വാനം ചെയ്യുക, ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഇതിനോടാണോ താല്പര്യം എങ്കിൽ ഫതറബ്ബസു നിങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങൾ എന്തിനെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഐ ഫന്തദിറു മാദാ യഹല്ലു ബിക്കും നിങ്ങളിൽ വന്നു ഭവിക്കുന്ന ഭവിഷ്യത്തുകൾ, നിങ്ങൾ സഹിക്കേണ്ടതായ ബുദ്ധിമുട്ടുകൾ. മിൻ ഇഖാബിഹി വനകാലിഹി ബിക്കും നിങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകും. നിങ്ങൾ നൽകുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വരും. ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഉഖൂബത്തിൻ ആജിലത്തിൻ ഔ ആജിലത്തിൻ. മഹാനായ ഇമാം ഖുർതുബി റളിയല്ലാഹു തആല പറഞ്ഞു, ഈ ഒരു അവസ്ഥ വന്നാൽ അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും അതേപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുന്നതിനേക്കാളും ഒക്കെ സ്നേഹവും താല്പര്യവും എല്ലാം നമുക്ക് ഈ പറഞ്ഞ 8 കാര്യങ്ങളോടായി കഴിഞ്ഞാൽ ഒന്നിരിക്കൽ ഐഹികമായ പരീക്ഷണങ്ങൾ തന്നെ നേരിടേണ്ടി വരും.
അല്ലെങ്കിൽ പാരത്രികമായ ഏതായിരുന്നാലും ശിക്ഷയുണ്ടാവും. ഐഹികമായ പരീക്ഷണം അല്ലെങ്കിൽ പാരത്രികമായ പരീക്ഷണം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ജമഖ്ശരി പറയുകയാണ്, വഹാദിഹി ആയത്തുൻ ശദീദത്തുൻ ലാ തറാ അശദ്ദ മിൻഹാ. ഈ ആയത്തിനേക്കാൾ ശക്തിയായ ഒരായത്ത്, ശക്തമായ താക്കീത് നൽകുന്ന ഒരായത്ത് ഖുർആനിൽ വേറെ ഇല്ല. വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിനേക്കാളും ശക്തിയുള്ള താക്കീത് നൽകുന്ന, അള്ളാഹു പേടിപ്പിച്ചറിയിക്കുന്ന വേറൊരു ആയത്തില്ല. കാരണം അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്ന അള്ളാഹ് നമ്മുടെ ഹിദായത്തിന്റെ കാരണക്കാരനായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി വന്ന് അള്ളാഹുവിനെ പറ്റി പറഞ്ഞു തന്നു. സുബ്ഹാന ജല്ല ജലാലുഹു 300-ലധികം വിഗ്രഹങ്ങൾ വിശുദ്ധ കഅബാലയത്തിന്റെ ഉള്ളിലും പുറത്തുമായിട്ട് 300-ലധികം വിഗ്രഹങ്ങൾ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെടുന്ന അവസരത്തിലും അതിനകത്ത് കഅബത്തിന്റെ അകത്ത് ധാരാളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അംർ ഇബ്നു ലുഹയ്യ് എന്ന് പറയുന്ന ഒരുത്തനാണ് അറബികളിലേക്ക് ഈ വിഗ്രഹ ആരാധന കൊണ്ടുവന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, അതേപോലെ തന്നെ ഹാജറുമ്മ ബീവിയെയും വിശുദ്ധ കഅബാലയത്തിന്റെ അടുത്ത് കൊടുത്ത് താമസിപ്പിച്ചതിന് ശേഷമാണ് അവിടെ ആൾക്കാരുണ്ടായത്. അതിന്റെ മുമ്പ് അവിടെ ജനങ്ങൾ ഉണ്ടായിരുന്നില്ല. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കന്മാരും, ഇദ്രീസ് നബിയും ഷീസ് നബിയും നൂഹ് നബിയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വെള്ളപ്പൊക്കത്തോടുകൂടെ വലിയ നാശങ്ങൾ ലോകത്തുണ്ടായല്ലോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തോടുകൂടെ വലിയ നാശങ്ങൾ ഉണ്ടായി. നൂഹ് നബിന്റെ കപ്പലിൽ മാത്രമുള്ള മനുഷ്യന്മാർ അവശേഷിച്ചു, ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി. നൂഹ് നബിന്റെ കപ്പലിൽ ഉള്ളവർ മാത്രം അവശേഷിച്ച്, ആ കപ്പലിൽ ഉള്ളവർ പിന്നെ പെരുകിയിട്ടാണ് ഇത്രയും കോടി, ഏകദേശം 800 കോടിയിലധികം മനുഷ്യന്മാർ ഇപ്പൊ ലോകത്ത് വന്നത്. ആ കപ്പലിലുള്ള മനുഷ്യന്മാർ പെരുകിയിട്ടാണ്. 45-50 കോടി മനുഷ്യന്മാരാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. ആ കോടി വർദ്ധിച്ച് ഇപ്പൊ എത്രയോ കൂടുതലായില്ലേ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവർ മുഖേനയാണ് നൂഹ് നബിയുടെ കാലത്തുണ്ടായ പ്രളയത്തിന് ശേഷം പിന്നെ മക്കയിൽ ജനങ്ങൾ വരുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെ കൊണ്ടാക്കുമ്പോൾ ഇസ്മായിൽ നബി ഒറ്റക്കേ ഉള്ളൂ, ഹാജറുമ്മ ബീവിയും ഇസ്മായിൽ നബിയും ഒറ്റക്കേ ഉള്ളൂ. ഇബ്രാഹിം നബി ഒറ്റക്കാക്കിയിട്ട്, രണ്ടുപേരെയും ഒറ്റക്കാക്കിയിട്ട് പോകുമ്പോൾ ഹാജറുമ്മ ബീവി റളിയല്ലാഹു തആല പിന്നാലെ ചെന്നിട്ട് ചോദിച്ചു, ഏകദേശം കുറച്ച് ദിവസത്തേക്ക് ഭക്ഷിക്കാനുള്ള കാരക്ക കൊടുത്തിട്ടാണ് പോണത്. ഈ ചെറിയ കുട്ടിക്കും തന്റെ ഭാര്യ ഹാജറ ബീവിക്കും കുറച്ച് ദിവസം ഭക്ഷിക്കാനുള്ള കുറച്ച് ഈത്തപ്പഴം കാരക്കൊക്കെ കൊടുത്തിട്ടാണ് ഇബ്രാഹിം നബി പോണത്. പ്രായമുള്ള ഇബ്രാഹിം നബി പോകുമ്പോ പിന്നാലെ ചെന്ന്, നിങ്ങളെന്താണ് ഞങ്ങളെവിടെ ഒറ്റക്കാക്കിയിട്ട് പോണത് എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കാതെയാണ് പോകുമ്പോ പിന്നെ തിരിഞ്ഞു നോക്കൂല. അത് മഹാന്മാരായ ഒരുപാട് ആളുകളുടെ ശൈലി അങ്ങനെയാണ്. പോകുമ്പോ പിന്നെ തിരിഞ്ഞു നോക്കാതെ ഒറ്റ പോക്കാണ്ട് പോവുക ചെയ്യാം. അള്ളാഹിന്റെ മേൽ തവക്കുലാക്കി പോകുന്ന പോക്കായതുകൊണ്ടാണത്. അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ, മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, അങ്ങനെ പോകുമ്പോൾ വീട്ടിലും കുടുംബത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വലിയ വിഷയങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും, രോഗം ഉണ്ടാകും, ആശുപത്രി പോകേണ്ടി വരും. അതേപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും റിപ്പയർ ഉണ്ടാകും. ഇതൊക്കെ തന്നെ റബ്ബിന്റെ മേൽ തവക്കുലാക്കിയിട്ടാണ് പോകാറുള്ളത്. പഴയ കാലത്ത് ഉസ്താദുമാരൊക്കെ 1 മാസം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരിക, അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. ആഴ്ചക്ക് നാട്ടിലേക്ക് പോകുന്ന സമ്പ്രദായം പിൽക്കാലത്ത് വന്നതാണ്. പഴയ കാലത്ത് 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഒരു മുദരിസ് നാട്ടിലേക്ക് പോവുക. അപ്പോ നാട്ടിൽ നിന്ന് വന്ന് പിന്നെ നാട്ടിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നൊന്നും അറിയാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ടെലിഫോൺ സംവിധാനമില്ല. ഞാൻ തന്നെ മുദരിസായി തുടങ്ങിയ കൊല്ലത്തിൽ 1-2 കൊല്ലം കഴിഞ്ഞിട്ട് ചില വിഷയങ്ങൾ എനിക്കെന്നെ അറിയാൻ കഴിഞ്ഞില്ല. എൻ്റെ മൂത്ത മകൻ മുഫദ്ദലിനെ പ്രസവിച്ച വിവരം എനിക്ക് അറിയാൻ കഴിഞ്ഞത് 12 മണിക്ക്, ഉച്ചക്ക് 12 മണിക്ക് പ്രസവിച്ചിട്ട് ഞാൻ 8 മണിക്കാണ് വിവരം, രാത്രി 8 മണിക്കാണ് ഞാൻ വിവരം അറിയുന്നത്.
അത് അറിയാനുള്ള സംവിധാനമില്ല. അപ്പൊ ഇന്ന് അങ്ങനൊന്നുമല്ലല്ലോ. അപ്പോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴെല്ലാം അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക അസ്തൗദിഉക അല്ലാഹുമ്മ അഹ്ലി വ ഇയാലി വ മാലി വ ദാരി ഒമൻ ഫീ ദാരി ഒമാ ഫീ ദാരി ഒമാ ഹൗല ദാരി. പടച്ചോനെ, എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ, എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ, എൻ്റെ വീട്ടിന്റെ പുറത്തുള്ള സാധനങ്ങൾ എല്ലാം നിന്നെ ഏൽപ്പിച്ച് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഇടത്തെ കാലം വെച്ചങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അജ്ഹല ഔ യുജ്ഹല ഔ അദ്ലിമ ഔ ഉദ്ലമ അലയ്യ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുന്നതാണ്. അങ്ങനെ ഒരു ചരിത്രത്തിൽ തന്നെ കാണുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ, ഒരു വാപ്പിയും മോനും കൂടി ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ വന്നു. ഉമർ റളിയല്ലാഹുവിന്റെ അരികിൽ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് വല്ലാത്തൊരു വാപ്പിയും മോനും ആണുള്ളത്. വാപ്പാന്റെ അതേ കട്ടിങ്, ഒരു വ്യത്യാസവും ഇല്ലാതെ വാപ്പാന്റെ അതേ കട്ടിങ്ങുള്ളൊരു മോനാണല്ലോ ഈ മോന് എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതം കൂറിയപ്പോ ഇയാള് പറഞ്ഞു, ഖലീഫ, ഇതിന്റെ പിന്നീട് കഥ ഉണ്ട്. അതെന്താ ഇതിന്റെ പിന്നിലുള്ള കഥ? അത് ഞാനൊരു കച്ചവടക്കാരനായിരുന്നു. ഞാൻ കച്ചവടത്തിന് ഒരിക്കൽ പോകുമ്പോ എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അപ്പൊ എങ്ങനായിരുന്നാലും അവള് പ്രസവിക്കുന്നതിന്റെ മുമ്പ് എനിക്ക് വരാൻ കഴിയില്ല, തിരിച്ചു വരാൻ കഴിയില്ല. അപ്പോ ഞാൻ പോകുന്ന അവസരത്തില് അള്ളാഹിനോട് പറഞ്ഞു, റബ്ബേ, ഞാൻ പോവാണ്, ഇവളെ നോക്കാനും ഏൽപ്പിക്കാനൊന്നും ആരുമില്ല, അതുകൊണ്ട് ഈ പെണ്ണിന്റെ വയറ്റിലുള്ള കുട്ടിയെ ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു. അയാൾ എങ്ങനെ പറഞ്ഞു? ഈ പെണ്ണിന്റെ വയറ്റിലുള്ള, എൻ്റെ ഭാര്യന്റെ വയറ്റിലുള്ള കുട്ടീനെ ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാള് പോയി. ഇയാള് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഭാര്യ മരിച്ചുപോയി. ഗർഭിണിയായിരിക്കെ തന്നെ ഭാര്യ മരിച്ചുപോയി. അതേ രൂപത്തിൽ തന്നെ ഭാര്യനെ മറവും ചെയ്തു. അയാൾക്ക് വല്ലാത്ത സങ്കടമായി. അയാൾ ചെന്ന് ഖബറിന്റെ അടുത്ത് ചെന്നിട്ട്, പടച്ചോനെ, എന്നെ ഏൽപ്പിച്ചിട്ടാളാ ഞാൻ പോയത്, അബുജി അത് സ്വീകരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അയാൾ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടു. ഒരു ചെറിയ കുട്ടി കരയുന്ന മാതിരി കരച്ചിൽ കേട്ടപ്പോ ഇയാൾക്ക് എന്തൊക്കെയോ തോന്നി. എന്താ പടച്ചോനപ്പത് ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കണത്? അങ്ങനെ അയാൾ ഖബർ മാന്തി നോക്കുമ്പോ ഈ ഭാര്യന്റെ ശരീരത്തിൽ അള്ളി പിടിച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ കിടന്നിട്ട് മുലപിടിക്കുക. ഭാര്യ മരിച്ചുപോയി. ഭാര്യന്റെ ശരീരമൊക്കെ എന്തൊക്കെ ആയി തുടങ്ങിയിരിക്കണം. പക്ഷെ ഈ കുട്ടിക്കൊരു കുഴപ്പമില്ല. ഈ കുട്ടി ഭാര്യന്റെ ശരീരത്തിൽ അള്ളി പിടിച്ച് കിടന്നിട്ട് ഇങ്ങനെ മുല കുടിക്കുന്ന രംഗാണ് ഇയാൾ കണ്ടത്. അപ്പൊ ഇയാള് പറഞ്ഞു, പടച്ചോനെ, എനിക്ക് ഇത്ര വലിയ കഴിവുണ്ടല്ലോ, എൻ്റെ കുട്ടിനെ ഈ ഖബറിന്റെ ഉള്ളിൽ എത്രയോ ദിവസങ്ങളായി ഖബറിന്റെ ഉള്ളിൽ കിടക്കണം, എന്നിട്ട് സംരക്ഷിക്കാൻ എനിക്ക് കഴിവുണ്ടല്ലോ. ഇതേമാതിരി എൻ്റെ ഭാര്യക്കും ഒരു ഹയാത്ത് തന്ന് രണ്ടുപേരെയും കൂടി നീ എനിക്ക് തന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോ ഒരു അശരീരി കേട്ടുന്നാണ്. ഈ കുട്ടീനല്ലേ ഏൽപ്പിച്ചിട്ടുള്ളൂ, ഭാര്യനെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. പടച്ചോനെ, ഈ പെണ്ണിന്റെ വയറ്റിലുള്ള കുട്ടീനെ ഞാൻ തന്നെ ഏൽപ്പിച്ചു പോകുന്നു എന്നല്ലേ പറഞ്ഞത്? ആരെ ഏൽപ്പിച്ചില്ലല്ലോ? ഭാര്യനെ ഏൽപ്പിച്ചില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഏറ്റെടുത്തു, ഈ കുട്ടിനെ ഏറ്റെടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടിനെ ഏറ്റെടുത്തു. അൽ മജാലിസു സനിയ എന്ന് പറയുന്ന കിതാബിൽ ഈ സംഭവം കാണാൻ സാധിക്കും. അപ്പൊ ജല്ല ജലാലുവായ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് അതിന് പദം തന്നെ അസ്തൗദിഉക അല്ലാഹുമ്മ, അള്ളാഹുവെ, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, എല്ലാം സൂക്ഷിക്കാൻ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ്. അസ്തൗദിഉക അല്ലാഹുമ്മ. ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും. എന്താണ് നമ്മൾ തിരിച്ചു വരുമ്പോ എന്താണ് സംഭവിക്കുക എന്നൊന്നും അറിയില്ല. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഏൽപ്പിച്ചാൽ ഒരനർത്ഥവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടു കൂടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ മഹാന്മാരായ ആളുകളൊക്കെ അങ്ങനെയാണ് ഇറങ്ങിപ്പോകാറുള്ളത്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാറുള്ളത്. എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് വീട്ടിലുണ്ടാകാനൊന്നും കഴിയില്ലല്ലോ. അപ്പൊ അസ്തൗദിഉക അല്ലാഹുമ്മ, അള്ളാഹുവെ, എന്നെ ഞാൻ ഏൽപ്പിച്ചു പോകുന്നു. എൻ്റെ വീട്, എൻ്റെ വീട്ടിലുള്ളവർ, എൻ്റെ കുട്ടികൾ, ഭാര്യ, എല്ലാ സാധനങ്ങളും വീട്ടിൻ്റെ അകത്തും പുറത്തും എല്ലാം ഉള്ളത് ഞാൻ എന്നെ ഏൽപ്പിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റെടുക്കുമെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പോകുമ്പോ ഹാജറും ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു,
നിങ്ങൾ എന്താ ഇങ്ങനെ പോകുന്നത്? അപ്പൊ അതിന് മറുപടി പറഞ്ഞു, അള്ള നിങ്ങളെ ഏൽപ്പിച്ചു പോകാനാണ് പറഞ്ഞിരിക്കുന്നത്, അള്ള നിങ്ങളെങ്ങനെ ഏൽപ്പിച്ചു പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഹാജറും ബീവി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അള്ള നോക്കിക്കോളൂ, അള്ള ഏൽപ്പിച്ചു പോകാനാണെങ്കിൽ. അങ്ങനെയാണ് പിന്നെ ആ മക്കത്തും പരിസരത്തും മനുഷ്യന്മാരുണ്ടായത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ചു. ദുർഹും കബീലക്കാർ അവര് യമനിലെ സബഹ് നഗരത്തിലെ വലിയ അണക്കെട്ട് പൊട്ടി. യമനിലെ സബഹ് നഗരത്തിലെ അണക്കെട്ട് പൊട്ടിയിട്ട് അവിടെയുള്ള മനുഷ്യന്മാർ പല ഭാഗത്തേക്ക് പോയി. അതിൽപ്പെട്ട ഒരു കൂട്ടരാണ് ലക്ഷദ്വീപിലേക്ക് പോയത് എന്നാണ് ലക്ഷദ്വീപിന്റെ ചരിത്രം. യമനിലെ സബഹിലുള്ള വലിയ അണക്കെട്ട്, പഴയ കാലത്തുള്ള അണക്കെട്ടാണ്, ഖുർആനിലൊക്കെ പരാമർശിച്ച ഒരു അണക്കെട്ടാണത്. ആ അണക്കെട്ട് പൊട്ടിയിട്ട് ജലപ്രളയം ഉണ്ടായി. കരമാർഗം പല ആൾക്കാർ പോയി, കടൽ മാർഗം ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് പോയി. അങ്ങനെ കടൽ മാർഗം അവിടെ നിന്ന് യാത്ര ചെയ്ത ഒരു വിഭാഗം ആളുകളാണ് ലക്ഷദ്വീപിലെ ആ ദ്വീപുകൾ കണ്ടുപിടിച്ച് അവിടെ താമസമാക്കിയത് എന്നാണ് ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ പറയുന്നത്. അപ്പോ അക്കൂട്ടത്തിൽപ്പെട്ട ജുർഹും കബീലക്കാരെ അങ്ങനെ യാത്ര ചെയ്ത്, കരയിലൂടെ യാത്ര ചെയ്ത് അവർ മക്കത്ത് വന്ന്. അങ്ങനെ മക്കത്ത് വന്നപ്പോ ഒരു വെള്ളത്തുരുത്ത് കണ്ടു, അഥവാ സംസം കിണറിന്റെ കണ്ടു. ആ വെള്ളം കണ്ട് അവിടെ കൂടിയതാണ്. അവിടെ നിന്ന് ഇസ്മായിൽ നബി കല്യാണം കഴിച്ചു. ആ കബീലയിൽ നിന്ന് ഇസ്മായിൽ നബി കല്യാണം കഴിച്ച് അങ്ങനെയാണ് പിന്നെ മക്കയിൽ സന്താനങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. അവരൊക്കെ മുവഹ്ഹിദീങ്ങളും ഏകദൈവ വിശ്വാസികളും അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്ന ആളുകളുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ പോരുമ്പോ അംർ ഇബ്നുൽ ലുഹൈ എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ സിറിയയിൽ പോയി അവിടുന്ന് ഒരു ബിംബത്തിനെ കൊടുന്ന് ആ ബിംബത്തിനെ കഅബാലയത്തിൽ കൊണ്ടു വെക്കുകയും കുറെ ആളുകൾ അതിൽ ആകൃഷ്ടരായി. ഒരു തീത്ത കാര്യം ചെയ്യുമ്പോ അതിന്റെ പിന്നാലെ ആൾക്കാർ പെട്ടെന്ന് കൂടും. അതുകൊണ്ടാണ് മഹാന്മാരായ ആൾക്കാർ, അബ്ദുൽ ഗനി നാബിൽസിയെ പോലത്തെ ആൾക്കാർ പറഞ്ഞത്, ഒരു ബിദ്അത്ത് അതൊരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോയാലും ബിദ്അത്ത് ഉണ്ടായിക്കൂടാ. അള്ളാഹ്ക്ക് ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണത്. ഒരു സുന്നത്ത്, ആ സുന്നത്ത് നഷ്ടപ്പെട്ടു പോയിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ ബിദ്അത്ത് ഒരിക്കലും ഉണ്ടായിക്കൂടാ. അതിന്റെ പിന്നാലെ ആൾക്കാർ കൂടും. ചീത്ത കാര്യങ്ങൾ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നല്ല കോലത്തിലൊക്കെ ഇബ്ലീസ് അവതരിപ്പിക്കും. അങ്ങനെ അതിന്റെ പിന്നാലെ കൂടിക്കൂടാ. മഹാന്മാരായ സലഫു സാലിഹീങ്ങളായ ആൾക്കാർ അവർ എന്താണോ കാണിച്ചു തന്നത് അതിൽ നിന്ന് മാറിക്കൊണ്ടിട്ട് ഒന്നും ചെയ്തുകൂടാ. അത് വലിയ നാശമുണ്ടാക്കും. ഇങ്ങനെ ഈ ഒരു ശൈത്താന്, ഈ അംർ ഇബ്നുൽ ലുഹൈ എന്ന് പറയുന്ന അവനാണ് ഇവിടെ ഈ മക്കയിൽ ബിംബാരാധന കൊണ്ടുവന്നതെന്നും അവന്റെ കുടലുകളൊക്കെ പുറത്തേക്ക് വന്നിട്ട് അവനിങ്ങനെ നരകത്തിൽ ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടുവെന്നും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, ഈ നിലക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ കഅബാലയത്തെ ആദ്യമായി തവാഫ് ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ തന്നെ, അവിടെ തവാഫ് ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇവൻ മുഖേനയാണ് ആ വിഗ്രഹങ്ങളൊക്കെ വന്നത്. ആ വിഗ്രഹങ്ങളൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടെ നിന്ന് എടുത്തു മാറ്റി അതിനെ ശുദ്ധി ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയും മക്കം ഫതഹിന് ശേഷം അവിടെയുള്ള എല്ലാ വിഗ്രഹങ്ങളെയും അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കഅബ പിന്നീട് ശുദ്ധിയായത്. എല്ലാം മക്കം ഫതഹിനോടുകൂടെ അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ടിട്ട് മഹാന്മാരായ സഹാബത്തിനോട് പറയുകയുണ്ടായി, പിന്നെ ഈ നമ്മളുമായി ബന്ധപ്പെട്ട, മനുഷ്യനുമായി ബന്ധപ്പെട്ട ഈ 8 കാര്യങ്ങൾ, ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് താല്പര്യം ഈ 8 കാര്യങ്ങളോടുണ്ടാകും. പക്ഷേ അവിടെയൊക്കെ തന്നെ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അത് കഴിച്ചിട്ടേ ഒരു മുഅ്മിനായ മനുഷ്യർക്ക് മറ്റുള്ളവരോട് ബന്ധം ഉണ്ടാകാൻ പാടുള്ളൂ. അതല്ലാത്ത രൂപമാണെങ്കിൽ റബ്ബിന്റെ വക്കൽ നിന്നുള്ള പരീക്ഷണങ്ങൾ വരും. അത് ദുനിയാവിൽ തന്നെ പരീക്ഷണങ്ങൾ വരും. അത് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളാകും. അതുകൊണ്ടാണ് ഈ ആയത്ത് അശദ്ദു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന, ഖുർആനിലെ ഏറ്റവും ശക്തമായ ആയത്താണെന്ന് സമഖ്ശരി അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. എന്നിട്ട് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുകയാണ്, വഫിൽ ആയത്തി ദലീലുൻ അലാ വുജൂബി ഹുബ്ബില്ലാഹി വറസൂലിഹി, അള്ളാഹിനെ സ്നേഹിക്കണം, അള്ളാഹിന്റെ റസൂലിനെയും സ്നേഹിക്കണം എന്ന് നിർബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി വന്ന് നമുക്ക് ഇതൊക്കെ കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അള്ളാഹിനെ എങ്ങനെ തിരിയാം?
ജല്ല ജലാലുവായ അള്ളാഹുവിനെ മനസ്സിലാക്കാനും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനും ഒക്കെയുള്ള തൗഫീഖ് കിട്ടിയത് നമ്മുടെ ഹിദായത്തിന്റെ കാരണക്കാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ വാജിബാണ്, നിർബന്ധമാണ്. അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും സ്നേഹിക്കൽ നിർബന്ധമാണ്. വലാ ഖിലാഫ ഫീ ദാലിക, അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. വഅന്ന ദാലിക മുഖദ്ദമുൻ അലാ കുല്ലി മഹ്ബൂബിൻ, എല്ലാ മഹബൂബിനേക്കാളും, ഭാര്യയേക്കാൾ, ഉമ്മയേക്കാൾ, എല്ലാവരെക്കാളും നാം സ്നേഹിക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് നിർബന്ധവും ആണെന്ന് മഹാനായ ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ സഹാബത്ത് റസൂലുള്ളാഹിനോടുള്ള ആ സ്നേഹം പല രൂപത്തിൽ നമുക്ക് കാണിച്ചു തന്നു, പല രൂപത്തിൽ കാണിച്ചു തന്നു. ഉഹദ് യുദ്ധം നടക്കുന്ന അവസരത്തിൽ ചരിത്രത്തിൽ കാണാം, ഉഹദ് യുദ്ധം നടക്കുന്ന അവസരത്തിൽ ഒരു വേള സഹാബത്തൊക്കെ അവർ ശത്രുക്കൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോ, ശത്രുക്കൾ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾ ഒരിക്കലും ഉഹദ് പർവ്വതത്തിന്റെ ജബൽ റുമാത്ത് എന്ന് പറയുന്ന ഉഹദിനോട് ഓപ്പോസിറ്റിലുള്ള ചെറിയ ഒരു പർവ്വതം ഉണ്ട്, അതിന് ജബൽ റുമാത്ത് എന്നാണ് പറയാം. ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി പോകരുത് എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ആ പറഞ്ഞ വാക്കിന് വേറെ രൂപത്തിൽ മനസ്സിലാക്കി. അവർ ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നതല്ല, അവർ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു പിഴവ്, അവർ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു പിഴവ് നിമിത്തം സഹാബത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോ ഉഹദ് പർവ്വതത്തിന്റെ അപ്പുറത്ത് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ പെട്ടെന്ന് തിരമാല പോലെ ഇങ്ങോട്ട് വന്നിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കുവാനും സഹാബത്തിനെ കൊന്നൊടുക്കുവാനും ശ്രമിച്ചു. 70ഓളം സഹാബിമാർ അന്ന് ഉഹദിൽ വെച്ച് മരണപ്പെട്ടല്ലോ. ആ സമയത്ത് ഇല്ല ഇത്ന അശറ ലം യബ്ഖ ഫീ വഖ്തിൻ മിനൽ ഔഖാത്ത് മഅ റസൂലിൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല ഇത്ന അശറ റജുലൻ, 12 ആൾക്കാർ മാത്രമേ പിന്നെ അപ്പം ഉണ്ടായുള്ളൂ. റസൂലുള്ളാഹിന്റെ കൂടെ 12 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത ആൾക്കാരൊക്കെ അവിടുന്ന് പോയി. വലമ്മാ കാന യൗമ ഉഹദിൻ വവല്ലന്നാസു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നാഹിയത്തിൻ ഫി 12 റജുലൻ മിനൽ അൻസാരി വഫീഹിം തൽഹത്ത് ഇബ്നു അബ്ദി ഉബൈദില്ലാഹി. 12 ആൾക്കാരും റസൂലുള്ളാഹി മാത്രമായി. അപ്പൊ കൂട്ടത്തിൽ തൽഹ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഫകാന ഫഅദറകഹുൽ മുശ്രികൂൻ, മുശ്രിക്കീങ്ങൾ പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ ഫൽതഫത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് കൊണ്ട് വന്നപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോ ഇവര് തിരമാല കണക്കേണ്ടി വരികയാണ്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, മല്ലിൽ ഖൗം, ആരാണ് ഇവരെ പ്രതിരോധിക്കുക, ആരാണ് ഇവരെ പ്രതിരോധിക്കുക? ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഫഖാല തൽഹത്തു അന യാ റസൂലല്ലാഹ്, ഞാൻ പ്രതിരോധിച്ചോളാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ അൻത, നിങ്ങൾ ഇപ്പോഴെങ്ങനെയാ ഉള്ളത് എങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. കമാ അന്ത എന്ന് പറഞ്ഞാൽ തൽഹത്ത് എന്നോട് പറയും, നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഫഖാല റജുലുൻ മിനൽ അൻസാരി അന യാ റസൂലല്ലാഹ്, ഞാൻ പ്രതിരോധിച്ചോളാം. 12 ആളിൽപ്പെട്ട വേറൊരാൾ പറഞ്ഞു, ഞാൻ പ്രതിരോധിച്ചോളാം. ഫഖാല അൻത, നിങ്ങൾ തന്നെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് പറഞ്ഞു. ഫഖാതല ഹത്താ ഖുതില, അങ്ങനെ ആ അൻസാരികളിൽപ്പെട്ട ആ സഹാബി അവരോട് പ്രതിരോധിച്ച് അവരെ എതിർത്തിട്ട് ആ സഹാബി മരിച്ചുപോയി. സുമ്മൽ തഫത്ത, പിന്നെയും റസൂലുള്ളാഹി തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഇവരാരാണ് പ്രതിരോധിക്കുക? ആ സമയത്ത് തൽഹത്ത് റളിയല്ലാഹു തആല പറഞ്ഞു, അന, ഞാൻ ചെയ്തോളാം നബിയെ, ഞാൻ പ്രതിരോധിച്ചോളാം. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, കമാ അന്ത, നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഫഖാല റജുലുൻ മിനൽ അൻസാരി അന, അപ്പോ അൻസാരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ വേണ്ടതൊക്കെ ചെയ്തുകൊള്ളാം. ഫഖാല അന്ത ഫഖാതല ഹത്താ ഖുതില, രണ്ടാമത് ആ അൻസാരി സഹാബിയും അവരെ പ്രതിരോധിച്ച് മരണപ്പെട്ടു പോയി. അങ്ങനെ സുമ്മലം യസൽ യഖൂലു ذلك ويخرج لهم رجل من الانصار فيقاتل قتال من قبله حتى يقتل حتى بقي رسول الله صلى الله عليه وسلم وطلحة بن عبيد الله. 12 ആളിൽ 11 ആളും മരിച്ചുപോയി. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള 12 ആളിൽ 11 ആളും ഓരോ ഘട്ടത്തിലായി മരിച്ചുപോയിട്ട് അവസാനം റസൂലുള്ളാഹിയിൽ തൽഹത്ത് എന്നവർ മാത്രം ബാക്കിയായി. ഉഹദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൽഹത്ത് എന്നവർ ബാക്കിയായപ്പോ എന്നിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, മല്ലിൽ ഖൗം, ഇനി ആരാണുള്ളത്? ഉഹദിൽ നടന്ന സംഭവമാണ്, ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇനി ആരാണുള്ളത്? അപ്പൊ തൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന, ഒറ്റക്കായി പോയി. ഒറ്റക്കായിട്ടും ആ കാണുന്ന എത്രയോ വരുന്ന ആളുകളോട് യുദ്ധം ചെയ്യാൻ മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹു തയ്യാറായി.
ഫഖാതല തൽഹത്തു ഖിതാലൽ 11. സുബ്ഹാനല്ലാഹ്, മഹാനായ തൽഹത്ത് റളിയല്ലാഹു തആല അൻഹു 11 ആൾക്കാർ യുദ്ധം ചെയ്യുന്ന അതേ ശക്തിയിൽ 11 ആൾക്കാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, മരണപ്പെട്ടു പോയ 11 ആൾക്കാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തൽഹത്ത് എന്നൊരു യുദ്ധം ചെയ്തു. ഹത്താ ദുരിബത്ത് യദുഹു, തൽഹത്ത് റളിയല്ലാഹുവിന്റെ കൈ മുറിക്കപ്പെട്ടു. ഫഖുതിഅത് അസാബിഉഹു, തൽഹത്ത് എന്നവരുടെ വിരലുകൾ മുറിക്കപ്പെട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ ഖുൽത ബിസ്മില്ലാഹ്, ആ സമയത്ത് ഒരു വിഷമമുള്ള വാക്ക് മഹാനായ തൽഹത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോ, നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമാണ് എന്ന് പറയേണ്ടതെന്ന് പറഞ്ഞു. സുമ്മ റദ്ദല്ലാഹുൽ മുശ്രിക്കീൻ, പിന്നെ മുശ്രിക്കീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അവിടെ നിന്ന് പേടിയിട്ട് കൊടുത്തുകൊണ്ട്, തൽഹത്ത് റളിയല്ലാഹു അൻഹു ഒരൊറ്റ ആള് മാത്രം യുദ്ധം ചെയ്താൽ അത് നടക്കൂലല്ലോ, പക്ഷേ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹു പേടിയിട്ട് കൊടുത്തുകൊണ്ട് അവർ പിൻവാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോ മഹാനായ തൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലപ്പെട്ട നിലക്ക് കണ്ടപ്പോൾ സഹാബത്ത് തൽഹത്ത് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോ വസുല്ലത്തി യദഹു ഹൈസു കാന യഖീ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മഹാനായ തൽഹത്ത് റളിയല്ലാഹുവിന്റെ ഒരു കൈ മുറിക്കപ്പെട്ടു, മറ്റേ കൈ കുഴഞ്ഞുപോയി. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സംരക്ഷണം നടത്തി എന്നുള്ള ഒരേ ഒരു കാരണത്താൽ ഫഇദാ ബിഹി ബിദഉം വസബഊന, മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹുവില് 70 ചില്ലാനം മുറിവുകൾ ഉണ്ടായിരുന്നു. 70 ചില്ലാനം മുറിവുകളോട് കൂടിയാണ് തൽഹത്ത് റളിയല്ലാഹു തആല അൻഹു ബൽ ജുരിഹ ജസദുഹു കുല്ലുഹു ഹൈസു കാനത് ബിഹി ഹവാലി 70 ജർഹതൻ, 70 ചില്ലാനം മുറികൾ മഹാനായ തൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ബൈന തഅനത്തിൻ മറംയത്തിൻ വദർബത്തിൻ, കുത്തേറ്റുകൊണ്ടുള്ള മുറിവുണ്ടായിരുന്നു, വാളുകൊണ്ടുള്ള വെട്ടേറ്റുകൊണ്ടുള്ള മുറിവുണ്ടായിരുന്നു, അമ്പേറ്റുകൊണ്ടുള്ള മുറിവുണ്ടായിരുന്നു. കാരണം ഒരൊറ്റ ആളല്ലേ ഉള്ളത്, ഒരൊറ്റ ആളെ ലക്ഷ്യമാക്കിയിട്ട് എല്ലാവരും കൂടി അമ്പ ചെയ്യുന്ന ആൾക്കാരും അമ്പ ചെയ്യുന്നത്, കുന്തം കൊണ്ട് കുത്തുന്ന ആൾക്കാർ കുത്തുന്നതും. സുബ്ഹാന ജല്ല ജലാലുഹു, ഒരൊറ്റ മനുഷ്യനെ ഒരു കൈ മുറിഞ്ഞുപോയി, മറ്റേ കൈ കുഴയാടിപ്പോയി. എന്നിട്ടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാൻ തൽഹത്ത് റളിയല്ലാഹു അൻഹു പാടുപെട്ടു എന്ന് മാത്രമല്ല, വഖദ് കാന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇദാ ദിക്റ യൗമ ഉഹദിൻ, ഉഹദിനെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ, ആ ഉഹദിന്റെ സംഭവങ്ങളൊക്കെ സഹാബത്തിന്റെ മനസ്സിൽ വല്ലാത്ത വേദന ഉണ്ടായ ഒരു യുദ്ധമാണ് ആ യുദ്ധം. ആ യുദ്ധത്തെ പറ്റി ഇങ്ങനെ പറയുമ്പോഴൊക്കെ ബക്ക സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയും. ഉഹദ് ഇങ്ങോട്ട് പറയുമ്പോഴത്തേനും ഇങ്ങോട്ട് കരയും. എന്നിട്ട് പറയും സുമ്മ ഖാല ദാലിക കുല്ലുഹു യൗമ തൽഹ, ആ ഉഹദ് മുഴുവനും തൽഹത്തിന്റെ ദിവസമാണ് എന്ന് പറയും. ഉഹദ് മുഴുവനും തൽഹത്തിന്റെ ദിവസമാണ്. ആ ദിവസം മുഴുവൻ വദാലിക കുല്ലുഹു യൗമ തൽഹ, അത് മുഴുവനും തൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ദിവസമാണ് എന്ന് പറയും. അതുകൊണ്ടാണ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, മാതാപിതാക്കളെക്കാളും എല്ലാവരെക്കാളും റസൂലുള്ളാഹിനോട് മഹബത്ത് വേണം, അപ്പോഴേ മഹബത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ള ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പോലത്തെ ആൾക്കാർ പറഞ്ഞു, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ തന്നെ അപായപ്പെടുത്തിയാലും, ശരീരത്തിൽ എത്ര കുത്തും വെട്ടൊക്കെ ഏറ്റാലും മുത്തുനബിനെ സംരക്ഷിക്കാൻ വേണ്ടി അതൊക്കെ സഹിക്കുക എന്നുള്ളൊരു മനസ്സ് വേണം. ആ മനസ്സുണ്ടാകുമ്പോഴാണ് മഹബത്ത് പൂർത്തിയാവുള്ളൂ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ശരീരം മുഴുവനും അർപ്പിച്ചാലും അതിനൊരു വേദന ഇല്ലാത്ത രൂപത്തിൽ, ആ രൂപത്തിലുള്ളൊരു മനസ്സുണ്ടാകണം. ആ മനസ്സാണ് മഹബത്തിന്റെ പ്രതീകമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. സഹാബത്തിന്റെ ചരിത്രത്തിൽ ഉടനീളം ഇത് കാണാം. നമ്മളൊക്കെ അനുഭവിക്കുന്ന വിഷമങ്ങൾ, എത്രയോ ദ്വാരന്നിട്ടും ഒരു ഫലം കാണാത്തതൊക്കെ തന്നെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടം അള്ളാഹുവിന്റെ റസൂലിനെ അല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് റസൂലിനല്ല. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുമ്പോ സുന്നത്ത് കൂടുതലാക്കും. അത് ആയത്തിൽ കാണാം, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്നെ മഹബത്ത് വെക്കേണ്ട രൂപം എങ്ങനെയാണ്? അവിടുന്ന് പറഞ്ഞു, അത് എന്റെ സുന്നത്ത് ഇഷ്ടപ്പെടണം, സുന്നത്തിനോട് മഹബത്ത് വേണം. നേരത്തെ എഴുന്നേൽക്കാൻ അത് മനസ്സിൽ നിന്നൊരു ഉൾവിളി വേണം. ഖുർആൻ ഓതാൻ മനസ്സിൽ നിന്നൊരു ഉൾവിളി വേണം. സ്വലാത്ത് ചെല്ലാൻ മനസ്സിൽ നിന്നൊരു ഉൾവിളി വേണം. ഏത് സുന്നത്തുകൾ എടുക്കാനും മനസ്സിൽ നിന്നൊരു ഉൾവിളി വേണം. അത്
ഓരോ ദിവസം ചെല്ലും തോറും നമ്മളിൽ നിന്ന്, നമ്മളെ പ്രത്യേകിച്ച് വളർന്നു വരുന്ന ചെറുപ്പക്കാരിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അള്ളാഹു പറഞ്ഞത്, അങ്ങനെ ഈ മഹബത്ത് ഇങ്ങനെ ഇല്ലാതെയായി പോകുമ്പോ ഫതറബ്ബസൂ, നിങ്ങൾ പ്രതീക്ഷിച്ചോളിട്ടോ, വലിയ വലിയ അദാബ് വരും. ആ വലിയ അദാബ് വന്നിട്ട് തടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജമഖ്ശരിയെ പോലത്തെ ആൾക്കാർ പറഞ്ഞത് വല്ലാത്തൊരു ആയത്താണിത്. മഹബത്ത് ഇങ്ങനെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹബത്തിന്റെ തെളിവ് എന്താ? മഹബത്തിന്റെ തെളിവ് എത്ര വിഷമം സഹിച്ചിട്ടും ബുദ്ധിമുട്ട് സഹിച്ചിട്ടും സുന്നത്തെടുക്കും. ആ സുന്നത്തിനോട് വല്ലാത്ത ഇഷ്ടമായിരിക്കും. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത സുന്നത്തിനോട് വല്ലാത്ത ഇഷ്ടമായിരിക്കും. ഇനി ഉഹദിൽ തന്നെ മഹാനായ അബൂ തൽഹത്ത് റളിയല്ലാഹു തആല അൻഹു, നേരത്തെ പറഞ്ഞ തൽഹത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഇനി അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു മഹാനൗറുകൾ ഉഹദിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തോട് സ്നേഹം കൊണ്ട് കാണിച്ച അത്ഭുതങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അന്ന് അനസ് എന്ന ഒരു ചെറിയ കുട്ടിയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വലമ്മാ കാന യൗമ ഉഹദിൻ ഇൻഹമസ നാസും മിനൻ നാസ് അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് വന്നപ്പോ മനുഷ്യന്മാരൊക്കെ സഹാബത്തിൽ നിന്ന് നല്ലൊരു പറ്റം ആൾക്കാർ അവിടെ നിന്ന് ഓടിപ്പോയി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ബൈന യദൈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിൽ മുജബ്ബിബുൻ അലൈഹി ബിഹജഫത്തിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പരിച കൊണ്ട്, മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പരിചയാണ്. അപ്പോ തോലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പരിച, മരക്കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തോലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പരിച. ആ പരിച പിടിച്ചിട്ട് റസൂലുള്ളാഹിക്ക് സംരക്ഷണവുമായി ഒരു വേള, നേരത്തെ പറഞ്ഞത് വേറെ ഒരു സംഭവമാണ്, ഇത് വേറെ സംഭവമാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ ലക്ഷ്യമാക്കിയിട്ടാണ് കുന്തങ്ങളൊക്കെ വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു പ്രചരണം കൂടി നടന്നൊരു യുദ്ധമായിരുന്നു അത്. റസൂലുള്ള കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടു എന്നൊരു കിംവദന്തി, ഒരു നുണ പഴയ കാലം മുതൽക്കെന്നുള്ളതാണ് ഈ നുണപ്രചരണം. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള നുണപ്രചരണം പഴയ കാലം മുതൽക്കുള്ളത് തന്നെയാണ്. ഇപ്പങ്ങളൊക്കെ വായിച്ചിട്ടും അറിഞ്ഞിട്ടൊക്കെ കാണുമല്ലോ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ പ്രചരണങ്ങളാണ് നടക്കുന്നത്. അത്ഭുതപ്പെട്ടു പോവുകയാണ്. ചില ആളുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അത്ഭുതപ്പെട്ടു പോവുകയാണ്. അപ്പോ ഇങ്ങനെ നുണ പറഞ്ഞ് പരത്തുക എന്നുള്ളത് എല്ലാ കാലത്തും ഉണ്ട്. അന്നും ഈ നുണപ്രചരണം നടന്നു. സഹാബത്ത് ഓടിപ്പോകാനുള്ള കാരണം അതെന്ന്, റസൂലുള്ളാഹി കൊല്ലപ്പെട്ടു എന്നാണ് പ്രചരിച്ചു. അത് അവർ പ്രചരിപ്പിച്ചതാണ്, ഒരു യുദ്ധതന്ത്രത്തിൽപ്പെട്ടതാണ്. മുസ്ലിമീങ്ങളായ ആൾക്കാരെ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു അത്. റസൂലുള്ളാഹി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു പ്രചരണം ഉണ്ടായി. ആ പ്രചരണം വന്നപ്പോഴാണ് സഹാബത്തൊക്കെ എന്ത് ചെയ്ത് ഓടിപ്പോയത്. ഇനിയിപ്പോ എന്താ നമ്മൾ കാട്ടുക എന്ന് വിചാരിച്ച് ഓടിപ്പോയത്. അങ്ങനത്തെ പ്രചരണം എല്ലാ കാലത്തും ഉണ്ടാകും. ആ സന്ദർഭത്തിൽ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു പരിചയമായിട്ട് നിൽക്കുകയാണ്. വകാന റജുലൻ റാമിയൻ ശദീദൻ നസ്ഇ, അതിശക്തമായ രൂപത്തിൽ അമ്പെയ്യാൻ നല്ല കഴിവുള്ള ആളാണ്. അസ്ത്രവിദ്യയിൽ വളരെ കഴിവുള്ള ആളാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു. വകസറ യൗമഇദിൻ ഖൗസൈൻ യൗ സലാസൻ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനെ ലക്ഷ്യമാക്കി വരുന്ന അമ്പ് തിരിച്ച് അബൂ തൽഹ റളിയല്ലാഹു അൻഹു തടുത്തിട്ട് 2 or 3 അമ്പ് അങ്ങനെ തടുത്തിട്ടുണ്ട്. ഇറാനിൽ നിന്ന് വരുന്ന ഡ്രോണുകളും മിസൈലുകളും ഇസ്രയേലിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇസ്രയേലിന്റെ സംവിധാനങ്ങൾ, മിസൈൽ വേദക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടു. അത് ഇക്കാലഘട്ടത്തിൽ. അക്കാലത്ത് റസൂലുള്ളാഹിനെ ലക്ഷ്യമാക്കി വരുന്ന അന്നത്തെ മിസൈലാണ് അമ്പ്. ആ മിസൈലുകളെ പ്രതിരോധിച്ചിരുന്നു അബൂ തൽഹ റളിയല്ലാഹു അൻഹു. 2 or 3 അമ്പുകൾ അങ്ങനെ മുറിച്ചിട്ടിരുന്നു. അതിങ്ങോട്ട് വരുമ്പോ തിരിച്ചങ്ങോട്ട് കൊടുത്തിട്ട് വലിയ കഴിവാണ് അതിന്. ഒരു അമ്പ് ഇങ്ങോട്ട് വരുന്ന അവസരത്തിൽ ഇവിടുന്ന് അമ്പ് വിട്ടിട്ട് ആ അമ്പിനെ പൊട്ടിച്ചു കളയാൻ, തകർത്ത് കളയാനുള്ള കഴിവ്, ആ കഴിവുള്ള ആളായിരുന്നു അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. വകാന റജുലു യമുറു മഅഹു അൽ-ജുഅബ മിനൻ നബിലി ഫയഖൂലു ഇൻസുർ ഹാല അബീ തൽഹ. മഹാന്മാരായ സഹാബത്ത് അന്ന് യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ എന്തെങ്കിലും ഒരു അമ്പ്, ശത്രുപക്ഷത്തു നിന്ന് അമ്പ് വന്നിട്ട് താഴത്ത് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് പെറുക്കിയെടുത്തിട്ട് അത് അബൂ തൽഹക്ക് കൊണ്ടേ കൊടുക്കുക, അബൂ തൽഹക്ക് കൊണ്ടേ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സഹാബത്ത് അബൂ തൽഹക്ക് കൊണ്ടേ കൊടുത്തിരുന്നു. കാരണം അതിന്റെ ഉപയോഗം, അത് ഉപയോഗിക്കാനും അതിന്റെ ഉപകാരമൊക്കെ എടുക്കാനൊക്കെ പറ്റുന്ന അബൂ തൽഹയാണ്. അതുകൊണ്ട് ഞങ്ങൾ പെറുക്കിയെടുത്തിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു കൊണ്ടേ കൊടുത്തിരുന്നു. വയശ്റഫു നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻദുറു ഖൗം ഫയഖൂലു അബൂ തൽഹ യാ നബിയല്ലാഹി ബി അബി അൻത വ ഉമ്മി ലാ തുശ്രിഫ്. സുബ്ഹാനല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരമാല കണക്കെ വരുന്ന ശത്രുപക്ഷത്തിലേക്ക് ഇങ്ങനെ, സഹാബത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് റസൂലുള്ളാഹിക്ക്.
ബാരിക്കേഡ് പോലെ മഹാന്മാരായ സഹാബത്ത് റസൂലുള്ളാഹിയുടെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ മുൻനിരയിൽ തന്നെയാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു നിൽക്കുന്നത്. എല്ലാ അമ്പുകളും ലക്ഷ്യാക്കിയിട്ട് വരുന്നത് റസൂലുള്ളാഹിയെയാണ്. ആ ലക്ഷ്യാക്കി വരുന്ന അവസരത്തിലാണ് തിരിച്ചുവിടുന്നത്. അപ്പൊ ഇടയ്ക്കൊന്നും ഇങ്ങനെ എത്തി നോക്കും റസൂലുള്ളാഹി. അപ്പൊ അബൂ തൽഹ പറയും, തങ്ങൾ എത്തി നോക്കല്ലേ, ലാ തുശ്രിഫ്. ഹദീസിൽ കാണാം, ലാ തുശ്രിഫ്, തങ്ങൾ എത്തി നോക്കല്ലേ. സഹീഹ് ബുഖാരിയിൽ കാണാം ഈ ഹദീസ്, തങ്ങൾ എത്തി നോക്കല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിൽ നിന്ന് എപ്പോഴും ഉയർന്നു നിൽക്കുന്നവരാണ്. അവിടെ ആകാര സൗന്ദര്യമുള്ള ആളാണ്, ഉയർന്നു നിൽക്കുന്നു, തല എപ്പോഴും പൊന്തിയിട്ടാണ് നിൽക്കുക. അപ്പൊ ഏതെങ്കിലും അമ്പ് റസൂലുള്ളാഹിയുടെ തലക്ക് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയും, ലാ തുശ്രിഫ് ലാ യുസിബുക സഹ്മുൻ മിൻ സിഹാമിൽ ഖൗം. തങ്ങൾക്കൊരു അമ്പേൽക്കാൻ പാടില്ല, തങ്ങൾക്ക് അമ്പേൽക്കാൻ പാടില്ല, തങ്ങൾ അങ്ങനെ എത്തി നോക്കരുത്, തങ്ങൾ എത്തി നോക്കരുത് എന്ന് പറഞ്ഞിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല തടഞ്ഞിട്ട് ഹദീസിൽ കാണാം, ബുഖാരിയിൽ കാണാം, നഹ്രി ദൂന നഹ്രിക യാ റസൂലല്ലാഹ്. തങ്ങളെ സംരക്ഷിക്കാൻ എന്റെ മാർവിടമുണ്ട് നബിയെ, തങ്ങളെ സംരക്ഷിക്കാൻ എന്റെ മാർവിടമുണ്ട്. അല്ലാഹു അക്ബർ. മഹാനായ ഇമാം ഐനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നഹ്രി ദൂന നഹ്രിക ഹാദാ നഹ്രി ഖുദ്ദാമ നഹ്രിക യഅനി അഖിഫു ബൈന യദൈക. അങ്ങനെ ഹദീസിൽ കാണാൻ സാധിക്കും, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനെ ലക്ഷ്യമാക്കി വരുന്ന അമ്പുകൾക്ക് ഒരു വേള തന്റെ മാറിവിടങ്ങൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് നെഞ്ചത്ത്, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് ഒരുപാട് അമ്പുകൾ വന്നു. റസൂലുള്ളാഹിനെ ലക്ഷ്യമാക്കി വരുന്ന അമ്പുകൾക്ക് മാറുവിടങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്, നെഞ്ഞാണ് വെറ്റി കാണിച്ചു കൊടുക്കുകയാണ്. പരിചയം കൊണ്ട് തടുക്കാൻ കഴിയാത്ത ഘട്ടങ്ങൾ ഉണ്ടാകും, പ്രതിരോധിക്കാൻ കഴിയാത്ത ഘട്ടങ്ങൾ ഉണ്ടാകും. ആ ഘട്ടത്തിൽ റസൂലുള്ളാഹിക്ക് ഒരു അമ്പ് ഏൽക്കരുതെന്ന് വിചാരിച്ചിട്ട് തന്റെ റസൂലല്ലാഹ്, എന്റെ മാറുവിടം, എന്റെ നെഞ്ച് തങ്ങളെ പ്രതിരോധത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് കാണിച്ചു കൊടുത്തു അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് സ്നേഹത്തിന്റെ ഉദാത്തമായ മാർഗങ്ങൾ. അതാ സഹാബത്തിനക്ക് അള്ളാഹു ഒരു പ്രത്യേകമായ അനുഗ്രഹം നൽകി. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുവാനുള്ള ഒരു അനുഗ്രഹം അവർക്ക് നൽകി. കാരണം ഒമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന എന്ന് മുത്തുനബി പറഞ്ഞതല്ലേ, അത് വെറുതെ പറഞ്ഞതല്ലല്ലോ. ഒമൻ അഹബ്ബനി, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, ഒമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. അള്ളാഹു ആ മഈയത്ത് നമുക്ക് നൽകുമാറാകട്ടെ. എന്നെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത്, എന്നെ ഒരാൾ സ്നേഹിച്ചാൽ എന്റെ കൂടെ സ്വർഗത്തിലാണ്. അത് മഹാന്മാരായ പണ്ഡിതന്മാരായ ഹദീസൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് വരിക. അത്യുന്നതമായ സ്ഥാനം അള്ളാഹു റസൂലിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിനെ ചോദിക്കുകയാണെങ്കിൽ, ഇദാ സഅൽതുമുൽ ജന്നത ഫസ്അലുല്ലാഹൽ ഫിർദൗസ്, നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിക്കണം, ഫിർദൗസുൽ അഅല ചോദിക്കണം. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ആ സൗകര്യം ഫിർദൗസിലാണുള്ളത്, ജന്നത്തുൽ ഫിർദൗസ്. പല സ്വർഗങ്ങളുണ്ട്, അക്കൂട്ടത്തിൽ അത്യുന്നതമായത് ജന്നത്തുൽ ഫിർദൗസ് ആണ്. നിങ്ങൾ ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫിർദൗസുൽ ആലയിലെ അത്യുന്നതമായ സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ റസൂലുള്ളാഹിന്റെ കൂടെ, സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്തൊരു അനുഗ്രഹമായിരിക്കുമല്ലോ. സഹാബത്തിന്റെ ഏറ്റവും വലിയ മാനസികമായ ഉല്ലാസം മുത്തുനബിനെ കണ്ടുകൊണ്ടിരിക്കലായിരുന്നു, അവിടുത്തെ സദസ്സിൽ പോയിരിക്കലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനക്ക് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം തന്നെ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കാൻ, സഹാബിയാകാൻ കഴിഞ്ഞു എന്നതാണ്. അത് വല്ലാത്തൊരു അനുഗ്രഹം തന്നെയല്ലേ, മുത്തുനബിന്റെ കൂടെ തന്നെ ഇരിക്കാൻ. ഹദീസിലൊക്കെ കാണും, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ തന്നെ കൽബിൽ എന്തോ ഒരു പ്രത്യേകത. റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ മുത്തുനബിന്റെ കൂടൊക്കെ ഇരിക്കാൻ ചിലപ്പോൾ റസൂലുള്ള കൈ പിടിച്ചിട്ട് ഇങ്ങനെ പോകും, സഹാബത്തിന്റെ കൈയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. ആ സ്നേഹത്തിന്റെ പ്രകടനങ്ങളാണ്. കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അങ്ങനെ പോകും. ചിലപ്പോൾ തോള് പിടിച്ചുകൊണ്ട് പോകും. സഹാബത്തിനോട് തമാശ പറയും, ഒന്നിച്ചിരിക്കും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഒരേ സുപ്രയിൽ ഇരുന്നിട്ട്, ഒരേ പ്ലേറ്റിൽ ഇരുന്നിട്ട് റസൂലും സഹാബത്തും കൂടി ഭക്ഷണം കഴിക്കും. അതൊക്കെ എന്തൊരു റാഹത്തുള്ള സ്നേഹമുള്ള പ്രകടനങ്ങളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടിയാണ് ആ സഹാബത്തിനൊക്കെ സൃഷ്ടിച്ചത്, റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ നടക്കാൻ. ഏതായിരുന്നാലും മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്റെ സുന്നത്ത് ഇഷ്ടമക്കലാണ് റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത്. എന്റെ സുന്നത്ത് ഇഷ്ടം വെച്ചാൽ അവൻ എന്നെ ഇഷ്ടം വെക്കുന്നവനായി, മഹബ്ബത്തുള്ളവനായി. എന്നെ മഹബ്ബത്ത് വെച്ചാൽ എന്റെ കൂടെ തന്നെ സ്വർഗത്തിലുണ്ടാകും. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ല, ദർസ് ലീവായതുകൊണ്ടിട്ട്
അടുത്ത വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ല എന്ന് അറിയിക്കുന്നു. ഇനി റബീഉൽ അവ്വലുള്ള ക്ലാസ്സൊക്കെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ മദ്ഹുകളായിരിക്കണം. അതിനുശേഷം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളുമായാലും മസായിലേക്കൊക്കെ കടക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നമുക്ക് ചായയും പലഹാരം നൽകുന്നത് നമ്മുടെ പറശ്ശേരി ചെറിമതാജിന്റെ ഭാര്യ, നമ്മുടെ മുജീബിന്റെ ഉമ്മ, അവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതിന്റെ മിസ്ല സവാബ് അവിടുത്തെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ചെറിമതാജി നമ്മുടെ മഹല്ലത്തിലൊക്കെ നല്ലപോലെ സേവനം ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അതിന്റെ മിസ്ല സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവർക്കും നമുക്കും മഗ്ഫിറത്ത് മർഹമത്ത് നൽകി മുത്തനബിയോട് കൂടെയുള്ള മഅയ്യത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. ബന്ധപ്പെട്ട പലരും രോഗികളായി ആശുപത്രികളിലും വീടുകളിലൊക്കെ ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ക്യാൻസർ സംബന്ധമായ രോഗം പിടിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലാണ്. അള്ളാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ജല്ലജലാലുവായ അള്ളാഹു അവർക്കൊക്കെ പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരന്മാരെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവരെ ദുൽമ ചെയ്യുന്ന എല്ലാ ഇസ്രായേലികളെയും അതേപോലെ ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്ക അടക്കമുള്ള എല്ലാ ആളുകളെയും അള്ളാഹു എല്ലാ നിലക്കും പരാജയപ്പെടുത്തുമാറാകട്ടെ. റബീഉൽ അവ്വലിലെ എല്ലാ പരിപാടികളും അള്ളാഹു നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അള്ളാഹിന്റെ ഹിഫ്ളിനും സലാമത്തിനുമായി നമുക്ക് നടത്തിത്തരാൻ അള്ളാഹു തൗഫീഖ് നൽകാൻ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.